കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബിജെപി തൃണമൂലും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന ബംഗാളിലെ 8 ലോക്സഭാ സീറ്റുകളുടെ ചുമതലയാണ് വി മുരളീധരന് ഉള്ളത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മിക്ക സ്ഥാനാർത്ഥികളും വിശ്രമത്തിലാണ്. എന്നാൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവം. ബിജെപിയും തൃണമൂലും തമ്മിൽ കനത്ത മത്സരം നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂർ മേഖലയിലെ 8 മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതല ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് വി മുരളീധരനെ. ഖരഗ്പൂരിൽ കഴിഞ്ഞ ദിവസം എത്തിയ വി മുരളീധരൻ അസംബ്ലി കോർ കമ്മിറ്റി യോഗത്തിലും തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും പങ്കെടുത്തു. 2014 സംസ്ഥാനത്ത് 2 സീറ്റിൽ മാത്രം വിജയിച്ച ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം 18 ഉയർത്തി. ആകെ 42 മണ്ഡലങ്ങളുള്ള ബംഗാളിൽ 30-ലധികം സീറ്റുകൾ ബിജെപി ലക്ഷ്യമിടുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും സംഘടനാ ചുമതലകൾ വഹിച്ച് അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കളെ ബംഗാളിലേക്ക് അയക്കുന്നത്. 2021 വി മുരളീധരന്റെ വാഹനം TMC പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ ബിജെപി പ്രവർത്തകർക്ക് നേരെ വ്യാപക അക്രമമാണ് അന്ന് ബംഗാളിൽ അരങ്ങേറിയത്. അക്രമ സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്ത മേദിനിപൂർ സന്ദർശിക്കവെയാണ് മന്ത്രിയുടെ വാഹനം ആക്രമിക്കപ്പെട്ടത്. ജനം, ഡൽഹി.